അതിനെ ചെവിക്കൊള്ളുവാൻ, അതിനെ കേൾക്കുവാൻ, കാണുവാൻ കഴിയാത്ത തരത്തിൽ ഇവർ എങ്ങനെയാണ് ബധിരരാകുന്നത്, മൂകരാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെയൊക്കെ പ്രയോറിറ്റിയിൽ, ഇവരുടെയൊക്കെ മുൻഗണനയിൽ ഇന്ന് പണിയെടുക്കുന്നവൻ സാധാരണക്കാരനില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 62 ദിവസമായി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുവരുന്ന ഈ രാപ്പകൽ സമരവും 23 ദിവസമായി നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരവും അതിനെ തുടർന്ന് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പൗരസാഗരത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് സി മാത്യു സാർ, കേരളത്തിലെ മനസാക്ഷിയുടെ പ്രതിനിധികളായി ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരെ, ഈ പൗരസാഗരത്തിൽ എത്തിച്ചേരുവാൻ കാസർഗോഡ് മുതൽ ഉള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അതിജീവിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആശാവർക്കർമാരെ, നമ്മൾ നടത്തുന്ന ഈ സമരത്തിൻ്റെ ഡിമാൻഡുകളെക്കുറിച്ചും ന്യായയുക്തതയെക്കുറിച്ചും കഴിഞ്ഞ 63 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഒരാൾക്കും ഈ കേരളത്തിൽ ഇന്നില്ല. അത്രത്തോളം തെളിമയോടെ അത് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് വെളിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാതെ ഇനി ആരാണുള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ചെറുതും വലുതുമായ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിവിധ മത സാമുദായിക സംഘടനകൾ, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുന്ന നിരവധിയായ വ്യക്തിത്വങ്ങൾ, അവരെല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ പല തവണകളായി മുഖ്യമന്ത്രി അടക്കമുള്ള ഓരോരുത്തർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെ ചെന്നെത്താൻ കഴിയുന്ന എല്ലാ ആളുകളോടും, ഈ മന്ത്രിസഭയിലുള്ള എല്ലാ ആളുകളോടും, അവരുടെ മുന്നണിയിൽ നിൽക്കുന്ന സംഘടനകളോടുമൊക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ നമ്മുടെ സർക്കാർ എന്താണ് തയ്യാറാകാത്തത്, അവർക്ക് പ്രതിബന്ധമായി നിൽക്കുന്നത് എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഉയർത്തിയ ഈ ഡിമാൻഡുകളാകട്ടെ സർക്കാരിനെ ഒരു തരത്തിലും പ്രതിസന്ധിയിലാക്കുന്നതോ ബുദ്ധിമുട്ടിലാക്കുന്നതോ ഉള്ള ഡിമാൻഡുകളല്ല ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എത്രയും വേഗം അംഗീകരിച്ചു തരാൻ കഴിയുന്ന ഡിമാൻഡുകളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിവെച്ച ഈ സമരം ഇന്ന് കേവലം തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടല്ല ഇന്ന് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കുറേയേറെ കാലമായി തൊഴിലാളി സമരങ്ങളുടെ, വേലിയേറ്റങ്ങളുടെ ഒന്നും ഒരു ചാഞ്ചാട്ടം പോലും കാണാതെ ചലം കെട്ടി ദുർഗന്ധം വമിച്ചു കിടന്ന ഒരു കെട്ടിക്കിടന്ന ആ മോശപ്പെട്ടതിനെ എല്ലാം ചാലുകീറി ഇന്ന് വിട്ടിരിക്കുകയാണ്. ശുദ്ധമായ തെളിമയാർന്ന വെള്ളം ഒഴുകിപ്പോക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് ഈ കേരള സമൂഹം ഒന്നടങ്കം പ്രതീക്ഷയോടെ ഈ സമരത്തെ നോക്കുന്നത്. ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസാക്ഷി ഭരിക്കുന്ന ആളുകളുടെ ഇടതുപക്ഷമല്ല, കേരളത്തിന്റെ യഥാർത്ഥ ഇടതുപക്ഷ മനസാക്ഷി ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളായി പൗരസംഗമം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കേരളത്തിലെ എഴുത്തുകാർ, ഡോക്ടർ ഖദീജ മുംതാസ് അടക്കമുള്ള ആളുകൾ, കേരളത്തിലെ ചെറുപ്പക്കാരായ എഴുത്തുകാർ, വയോധികരായ ആളുകൾ അടക്കം ചെറുപ്പക്കാരായ ആളുകൾ, എഴുത്തുകാർ മുഴുവൻ ആവശ്യപ്പെടുകയാണ്. കലാ സാംസ്കാരിക മേഖലയിലെ മുഴുവൻ ആളുകളും ആവശ്യപ്പെടുകയാണ്. എന്ത് അനീതിയാണ് ഈ സമൂഹത്തോട്, ഈ സ്ത്രീ തൊഴിലാളികളോട് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് കൊടിയ അനീതിയാണ്, ക്രൂരതയാണ്. ഇത് ഇടതുപക്ഷീയതയല്ല. നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും ക്രൂരമായ വലതുപക്ഷീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ചെവിക്കൊള്ളുവാൻ, അതിനെ കേൾക്കുവാൻ, കാണുവാൻ കഴിയാത്ത തരത്തിൽ ഇവർ എങ്ങനെയാണ് ബധിരരാകുന്നത്, മൂകരാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെയൊക്കെ പ്രയോറിറ്റിയിൽ, ഇവരുടെയൊക്കെ മുൻഗണനയിൽ ഇന്ന് പണിയെടുക്കുന്നവൻ സാധാരണക്കാരനില്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി സഖാവ് MA ബേബിയെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ കേരളത്തിലെ മനസാക്ഷി ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ ആശാവർക്കർമാരുടെ
ആ സമരത്തെ നിങ്ങൾ കണ്ടുകൊണ്ട് ഏറ്റവും അനുഭാവപൂർണമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ആ സമരം അത് ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുവാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ 2 മാസമായി അവരുടെ നേതാക്കന്മാരും പ്രവർത്തകരും സൈബർ കുറ്റവാളികളും അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക മാത്രമല്ല വിമോചന സമരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനപ്പുറത്തായി ഉയർന്ന ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാൾ ഈ ദേശീയവും സാർവദേശീയവുമായ ഉണ്ടായി വരുന്ന തൊഴിലാളി മൂവ്മെന്റുകളെയും മുന്നേറ്റങ്ങളെയും ഒക്കെ പാർട്ടി സമ്മേളനത്തിന്റെ വിവിധ പ്രക്രിയകളിലൂടെ പഠിച്ച് വിശകലനം ചെയ്ത് തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റം സാധ്യമാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ ഈ തൊഴിലാളി സമരത്തെ, സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തെ വിമോചന സമരം എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു നിലപാടാണ് അദ്ദേഹവും എടുത്തത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു വിമോചന സമരം തന്നെയാണ്. സഖാവ് എം എ ബേബിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും കാണുന്നത് പോലെയുള്ള ഒരു വിമോചന സമരമല്ല. പണിയെടുക്കുന്നവന്റെ വിമോചനം, അവൻ നൂറ്റാണ്ടുകളായി മാനസികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി അവന്റെ അടിച്ചമർത്തലുകളിൽ നിന്നുള്ള അവന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഞങ്ങൾക്ക് ഈ സമരം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ തൊഴിലവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഈ സമരത്തെ ഇത്ര നിഷ്ഠൂരമായി കൈകാര്യം ചെയ്ത് നിങ്ങൾക്കെതിരായി ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് പ്രബലമായി ഈ സമരത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ്. നിങ്ങൾ ഈ സമരത്തോട് കാണിച്ച നെറികേട് കൊണ്ടാണ്, ഈ സമരത്തോട് കാണിച്ച ക്രൂരമായ നിങ്ങളുടെ സമീപനം കൊണ്ടാണ്. അപ്പൊ അത് തിരിച്ചറിയണമെന്നുള്ളതാണ്. ഞങ്ങളുടെ ഈ സമരം എല്ലാത്തരം അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നും, എല്ലാത്തരം സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും, അടിച്ചമർത്തൽ നിന്നും, രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുമുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇന്ന് ഈ കേരളത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ പിന്തുണയ്ക്കുവാൻ ഈ കേരളത്തിന്റെ സമര പാരമ്പര്യം, കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് അതിന് തടയിടപ്പെട്ടിട്ടില്ല, അന്യം നിന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ വിവിധ ജനകീയ സമരങ്ങളുടെ നേതാക്കന്മാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ ഈ സമരവേദിയിൽ നിന്ന് അണിചേർന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണമല്ല, ഈ കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ പ്രതീകമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കവി സച്ചിദാനന്ദന് അദ്ദേഹത്തിന്റെ ആരോഗ്യം അനുവദിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇതിന് മാർജവുമുള്ള ശബ്ദത്തിൽ അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരെന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. സാറാ ജോസഫിന് അവരുടെ ആരോഗ്യം അനുവദിക്കുമായിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു. ഇറോൺ ശർമിള ഇവിടെ വരുമായിരുന്നു. അരുന്ധതി റോയ് ഇവിടെ വരുമായിരുന്നു. ഇത് പ്രതിനിധികൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രതിനിധികൾ മാത്രമാണ്. കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക്, മുന്നേറ്റങ്ങൾക്ക് അന്ത്യമുണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ കേരളത്തിലെ തൊഴിലാളി വർഗം തിരിച്ചറിയുകയാണ്, പണിയെടുക്കുന്നവൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പൗരസമൂഹത്തോട് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ആശാവർക്കർമാർ കടപ്പെട്ടിരിക്കുന്നു. ആശാവർക്കർമാർ മാത്രമല്ല, കേരളത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും ഈ പൗരസമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന നാളുകൾ പണിയെടുക്കുന്നവന്റെയും അധ്വാനിക്കുന്നവന്റെയും പോരാട്ട ദിനങ്ങളുടെ നാളുകളാണെന്നാണ് ഈ സമരം കാണിച്ചു തരുന്നത്, ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറൂ. അതിന് ഞങ്ങളുടെ മുടി മുറിച്ചു, പട്ടിണി കിടന്നു, ഇനി എന്ത് ത്യാഗം സഹിക്കുവാനും ഞങ്ങൾ ഒരുക്കമാണ്. എന്തുകൊണ്ടാണ്? ഈ പൊതുസമൂഹത്തിന്റെ, കേരളത്തിന്റെ ഇടതുപക്ഷ മനസാക്ഷിയുടെ, ഈ കേരളത്തിലെ നല്ല മനുഷ്യരുടെ, രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരുടെ കരുതലിന്റെ ഉള്ളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പരിഹസിക്കലും അപഹസിക്കലും വിമോചന സമരത്തിന് പേടിപ്പെടുത്തലും ഒന്നും ഞങ്ങളെ യേശില്ല. ഈ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും, ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ മറ്റ് സ്ഥലങ്ങളിൽ നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വീടുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ആളുകൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും കേരളത്തിന്റെ പൊതു മനസാക്ഷിക്കൊന്നാകെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.